അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു. നമ്മൾ ചെന്നതും ട്രെയിൻ വന്നതും ഒരേ സമയത്തായിരുന്നു. നമുക്കെന്തോ ഭാഗ്യമുള്ളത് കാരണം കയറിയ ഉടനെ തന്നെ നമുക്ക് സീറ്റ് കിട്ടി. നമ്മൾ മൂന്നാളും കയറി മുകളിലങ്ങ് കയറുമ്പോൾ തിരക്കില്ലായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല അടിപൊളി തിരക്കായിരുന്നു. അപ്പം ഇങ്ങനെ സമൂസയും ബേൽപൂരി അതൊക്കെ വന്നപ്പോഴാണ് ഓർത്ത് നമ്മളൊരു വെള്ളം പോലും വാങ്ങാതെ കയറിയേക്കുന്നത്. നമ്മൾ മൂന്നാൾക്കാണെങ്കിൽ നല്ല അടിപൊളി വിശപ്പുണ്ട്. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ അടുത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആള് പറഞ്ഞ ആളുടെ കയ്യിൽ ഒരു പ്ലം കേക്കും ഒരു ചിപ്സും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അതൊക്കെ കഴിച്ചിരുന്നു. എൻ്റെ വിശപ്പ് വന്നിട്ട് മാറിയിട്ടില്ല. അപ്പോൾ പിന്നെ പട്ടാണി വന്നു, അത് വാങ്ങിച്ചു. പിന്നെ കേക്ക് വാങ്ങിച്ചു. ട്രെയിനിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ ആലോചിച്ചിരുന്നെങ്കിലും വേറെ വഴിയൊന്നും ഇല്ലാത്തത് ട്രെയിനിൽ നിന്ന് തന്നെ നമ്മളൊരു ബിരിയാണി വാങ്ങിച്ചു. 2 ബിരിയാണി വാങ്ങിച്ച് നമ്മൾ 4 പേരും കൂടിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എല്ലാവരും സൈഡായി. പിന്നെ രാവിലെ ആയപ്പോൾ എണീച്ച പാടെ നമ്മൾ നേരെ വാഷ്റൂമിലോട്ടാണ് പോയത്. അവിടെ പോയി നിന്ന് ഫ്രഷായി. പിന്നെ മുഖമൊക്കെ കഴുകി ലിബാമൊക്കെ ഇട്ടു. എവിടെ പോയാലും ഇത് നിർബന്ധമാണല്ലോ. രാവിലെ ചെയ്ത് പറഞ്ഞാൽ ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ നിന്നില്ല, ലിബാം ഇട്ടു. പിന്നെ നിങ്ങൾ ഇതുവരെ കണ്ട ഈ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തതല്ല. എനിക്ക് വേണ്ടിയിട്ട് ഇവൾമാരെ രണ്ടുമാണ് എടുത്തത്. ഞാൻ ഒരു വീഡിയോ പോലും എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് ടാറ്റ ബൈ പറഞ്ഞ് ഞങ്ങൾ രണ്ടും ആലപ്പുഴയിൽ ഇറങ്ങി. അവൾ തിരുവനന്തപുരത്താണ്. അത് കാരണം അവൾ പിന്നെയും പോയി. നമ്മൾ എന്നും ട്രെയിനിൽ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടാറില്ല. ഇന്ന് എന്തോ ഭാഗ്യമുള്ളത് കാരണം നമുക്ക് ബസ് കിട്ടി. അങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള ആദ്യത്തെ ബസ് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ അടുത്ത ബസ് കിട്ടി. പിന്നെ അതിൽ കയറി കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്താ എൻ്റെ വീടിൻ്റെ സ്ഥലം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പം എന്തായാലും ഓക്കേടാ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴത്തേനും എല്ലാവർക്കും ടാറ്റാ.